അപ്പോൾ കുറേ നാളെത്തിയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോ അല്ല, ഡാൻസ് വീഡിയോ ഇടാറുണ്ട്. വ്ളോഗൊന്നും അങ്ങനെ ഇപ്പോൾ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് ട്ടോ എടുക്കാതിരുന്നത്. അപ്പോൾ വൈകുന്നേരം മുറ്റമടിക്കാൻ ഇറങ്ങിയപ്പോൾ ചിറ്റ ഇതികൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ദേ എൻ്റെ പുത്രി എല്ലാ ചെരുപ്പുകളും അതികൂടെ വിതറിയിട്ടിട്ടുണ്ട്. ഞാൻ എടുത്ത് വയ്ക്കും, അവൾ വിതറും. അതാണ് ട്ടോ അവസ്ഥ. ഞാനിപ്പോൾ എടുത്ത് വയ്ക്കണോണ്ട് ഒരു കാര്യമില്ല. കാരണം അവളപ്പോഴേക്കും അത് വന്ന് നിരത്തി പിടിച്ച് അവിടെ ഇടും. അതാണ് അവളുടെ പണി കേട്ടോ. പിന്നെ അവിടെ എന്തോ കാക്ക എന്തോ വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കയ്യോടെ അത് അങ്ങ് കഴുകിക്കളയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ കിടന്ന് സ്മെല്ലായി പോകുമല്ലോ. അതുകൊണ്ട് ഞാനത് കഴുകിക്കളയായിരുന്നു കേട്ടോ. പിച്ചുമ്മേനെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഉറക്കം വന്നതാണ് കേട്ടോ ചുമ്മാ. പിന്നെ എനിക്ക് മെയിൻ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്തെ ട്രൈപോഡ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവളവിടെ വന്ന് എൻ്റെ ഫോൺ എടുത്ത് നിലത്തേക്ക് അടിച്ചിടും കേട്ടോ. ഞാൻ അമ്പാന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല. അത് പിടിച്ച് നിലത്തെ അടിച്ചിട്ടിട്ട് നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കും. പിന്നെ ഞാൻ അറ്റ കൈ പ്രയോഗിച്ചതേ ഈ സൈക്കിളിൽ കയറ്റി ഇരുത്തി കേട്ടോ. എന്നാലാണ് എനിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവളവിടെ കയറ്റി ഇരുത്തിയിട്ട് പിന്നെ തുടയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും അവളും കൂടെ തന്നെയാണ് കുളിക്കാൻ പോയത്. അവളെ ഞാൻ അവിടെ ഇരുത്തും. എന്തെങ്കിലും വെള്ള കപ്പിൽ എന്തെങ്കിലും കൊടുത്ത് അവിടെ നിർത്തിയിട്ട് പിന്നെ അവളെ കുളിപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുവാണ് കേട്ടോ. പുള്ളിക്കാരത്തിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രാർത്ഥിക്കാനും തൊഴുവാനൊന്നും മടിയൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി പോരാനാണ് നല്ല പാട്. കാരണം പോരത്തേയില്ല. അപ്പം അങ്ങടെ നിന്ന് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഒന്ന് തൊഴുത് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആ വെള്ളത്തിലൊക്കെ ഒന്ന് കൈയിട്ട് എന്നാലാണ് എൻ്റെ പിള്ളേർക്ക് സമാധാനമാവുള്ളൂ. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ പിന്നെ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് അവൾക്ക് കഞ്ഞി കൊടുക്കാമായിരുന്നേ. കഞ്ഞി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ട. അവൾ 2-3 സ്പൂൺ കഴിഞ്ഞപ്പോൾ വേണ്ട. അപ്പം ഞാൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, നീ എന്തോരം വഴക്ക് പറഞ്ഞാലും നിനക്ക് ഉമ്മ തരും, എനിക്ക് ഉമ്മ തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്തോ ഒരു യാദൃശികമായിട്ട് ഇത് ഉമ്മ കിട്ടിയതിൻ്റെ എക്സ്പ്രഷനാണ് ട്ടോ കാണുന്നത്. അങ്ങനെ കൊടുക്കാറില്ല. അരുവിന് എന്തോ ഉമ്മ കൊടുക്കാറില്ല. അന്ന് അരു വഴക്കോ ഒന്നും പറയില്ല കേട്ടോ അവളെ. അവനെ പുന്നാരിപ്പിച്ച് വെച്ചേക്കുവാണ്. ഞാനാണ് വഴക്ക് പറയണതും ചെറിയ അമ്പയൊക്കെ കൊടുക്കണത് ഞാനാണ് ട്ടോ. അരു ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇത് ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങുവാണ് കേട്ടോ. പുറത്തൊക്കെ ഒന്ന് പോയി ചുമ്മാ ഇറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് കിടന്നിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.